എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ വണ്ണം വെക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വലിച്ചു നീട്ടുന്നൊന്നുമില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പൊ ഈ ഒരു സംഭവമാണ് നമ്മളെ വണ്ണം വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഒരു ഡ്രിങ്ക് കേട്ടോ. വണ്ണം വെക്കാനായിട്ട് എത്ര ശ്രമിച്ചിട്ടും വണ്ണം വെക്കാതിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ വണ്ണം വെക്കുന്നതായിരിക്കും. ഞാനും ഇത് ഒരാഴ്ച പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് കുറച്ച് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഞാനിവിടെ ഒരു ഗ്ലാസ് മിൽക്കിനുള്ള ഐറ്റംസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ആ പീനട്ട് എടുത്തിട്ടുണ്ട്, ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്, ബദാമും എടുത്തിട്ടുണ്ട്, പിന്നെ ദേ പഴമായിട്ട് റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പഴം നമുക്ക് ഓപ്ഷണൽ ആണ്, ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ റോബസ്റ്റ് ആണ് എടുത്തിരുന്നത്. കൂടുതൽ നല്ലത് റോബസ്റ്റും നേന്ത്രപ്പഴമാണ് കേട്ടോ. വെയിറ്റ് വെക്കാൻ കൂടുതൽ നല്ലത് നേന്ത്രപ്പഴമാണ്. പിന്നെ ഞാനിതാ ഇവിടെ ഒരു ഗ്ലാസ് പാലും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ. അപ്പൊ അതാ ഞാൻ ആദ്യം നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ട് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ പഴം റോബസ്റ്റ് എടുത്തപ്പോൾ അതില് കുറച്ച് കേടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ചെറുപഴം ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പൊ അതാണ് ഇതിലിടാൻ വേണ്ടി പോകുന്നത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു ഷെയ്ക്ക് അല്ല ഇത്, പക്ഷെ ഒരു നല്ലൊരു സംഭവമാണ്. ഷെയ്ക്ക് പോലെ തന്നെ, പക്ഷെ നല്ലൊരു സംഭവമാണ് കേട്ടോ. ഷേക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര കട്ടി ഉണ്ടാവില്ല, ഇത് കട്ടി ഉണ്ടാവില്ല, ഭയങ്കര ലൂസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. കട്ടി വേണ്ടവർക്ക് കട്ടി ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇവിടെ ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ പാൽ എടുത്തിരിക്കുന്നത് തിളപ്പിച്ച പാലാണ്, പഞ്ചസാരയൊന്നും ഇടാതെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാത്ത നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. മാക്സിമം ഒരാഴ്ച നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കുക. ഒരാഴ്ച നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് വേണം അത് കുടിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് നിങ്ങൾ ഒരാഴ്ച ഇത് കുടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഗ്യാരണ്ടി ആണ്. പിന്നെ ഈ ഒരു മിൽക്ക് ഷേക്കില് ചെറുപഴം ഒരിക്കലും ഇടരുത് കേട്ടോ. ഞാനിവിടെ നമ്മുടെ റോബസ്റ്റ് പഴം കേടുവന്ന കാരണം ഇവിടെ ചെറുപഴം ഇരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതിലിടുന്നത്. നിങ്ങൾ ഇതിൽ ഉറപ്പായിട്ടും ഇടേണ്ടത് നമ്മുടെ റോബസ്റ്റ് പഴം അഥവാ നേന്ത്രപ്പഴമാണ് കേട്ടോ. അതാണ് ഹെൽത്തി. പിന്നെ അതേപോലെ വെയിറ്റ് വെക്കാനും ഈ രണ്ട് പഴങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാ നമ്മുടെ ജാറിലേക്ക് നമ്മൾ മിൽക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ പീനട്ട് ഇട്ടു, പിന്നെ നമ്മുടെ ഈന്തപ്പഴം നമ്മൾ പൊളിച്ചിട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ ബദാം ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു, അതും നമ്മൾ തൊലി കളഞ്ഞിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ഇതിൽ ഓൾറെഡി ഒരു മധുരമൊക്കെ ഉണ്ടായിരിക്കും. ഈ പഴത്തിന്റെ ഏലും ഈന്തപ്പഴത്തിന്റെ ഒക്കെ ഏലും മധുരം ഉണ്ടായിരിക്കും, അത് കാരണം മധുരം ഇടുന്നില്ല. അങ്ങനെ ഞാൻ അത് മിക്സിയിലിട്ട് അടിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ മിൽക്ക് ഷേക്ക് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അതേപോലെ പ്രമേഹമുള്ള ആൾക്കാർക്കൊക്കെ ഈ പഞ്ചസാര ആഡ് ചെയ്യാണ്ട് നമുക്കിത് കുടിക്കൊക്കെ ചെയ്യാൻ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. അപ്പൊ ഞാനിത് കുടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മധുരം ഒട്ടും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ആ പഴത്തിന്റെയും അതുപോലെ നമ്മുടെ ഈന്തപ്പഴത്തിന്റെയും പീനട്ടിന്റെ ഒക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ആ ഒരു ടേസ്റ്റ് കാരണം നമുക്ക് മധുരം ഇതിൽ ഇടേണ്ട ആവശ്യമില്ല. ഇനി മധുരം വേണം എന്നുള്ള ആൾക്കാർക്ക് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്തിട്ട് ഇത് കുടിക്കാവുന്നതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ്, നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എന്താ അഭിപ്രായം ഉള്ളത് വെച്ചാൽ ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓൾറെഡി ഈ ഒരു മിൽക്ക് ഷേക്ക് കുടിച്ചിട്ടുള്ളവരാണെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത്, കാരണം നിങ്ങളുടെയൊക്കെ കമന്റ്സ് ഇതിലുള്ള വ്യൂവേഴ്സിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ അത് കാരണം നിങ്ങളും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ ഞാനിതാ ഫുള്ള് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നാളെ നല്ലൊരു വ്ലോഗ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.